നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഈ സീസണിലെ ലാലിഗ കിരീടം വമ്പന്മാരായ റയൽ മാഡ്രിഡ് ആയിരുന്നു സ്വന്തമാക്കിയിരുന്നത്. ജിറോണ, FC ബാഴ്സലോണ എന്നിവരെ മറികടന്നുകൊണ്ടാണ് റയൽ മാഡ്രിഡ് ഒരിക്കൽ കൂടി ലീഗ് കിരീടം സ്വന്തമാക്കിയിട്ടുള്ളത്. അവരുടെ ചരിത്രത്തിലെ 36ാമത്തെ ലാലിഗ കിരീടമാണ് അവർ ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത്. കിരീടാഘോഷം ഇന്നലെ മാഡ്രിഡ് നഗരത്തിൽ വെച്ചുകൊണ്ട് നടക്കുകയും ചെയ്തിരുന്നു. ഓപ്പൺ ബസ് പരേഡ് വീക്ഷിക്കാനായി ലക്ഷക്കണക്കിന് ആളുകളായിരുന്നു മാഡ്രിഡ് നഗരത്തിൽ തടിച്ചുകൂടിയിരുന്നത്. റയൽ മാഡ്രിഡ് താരങ്ങൾ പാട്ടും ഡാൻസുമായി കിരീട നേട്ടം ആഘോഷിക്കുകയായിരുന്നു. റയൽ മാഡ്രിഡ് പരിശീലകനായ കാർലോ ആഞ്ചലോട്ടിയും മനോഹരമായ നിമിഷങ്ങൾ ആരാധകർക്ക് സമ്മാനിച്ചിട്ടുണ്ട്. എനിക്കൊരു സ്വപ്നമുണ്ട്, കമവിംഗക്കൊപ്പം ഡാൻസ് ചെയ്യുന്നതാണ് എൻ്റെ സ്വപ്നം എന്നായിരുന്നു ആഞ്ചലോട്ടി മൈക്കിലൂടെ അനൗൺസ് ചെയ്തിരുന്നത്. തുടർന്ന് റയൽ പരിശീലകൻ ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുകയും ചെയ്തു. അതായത് കമവിംഗയും ആഞ്ചലോട്ടിയും ഒരുമിച്ച് ഡാൻസ് ചെയ്യുകയായിരുന്നു. അതേസമയം ഈ സീസണിൽ തകർപ്പൻ പ്രകടനം നടത്തിയ വിനീഷ്യസ് ജൂനിയറെയും ആരാധകർ ഓർത്തിട്ടുണ്ട്. അതായത് ഇത്തവണത്തെ ബാലൻഡിയോർ പുരസ്കാരം വിനീഷ്യസിന് എന്നായിരുന്നു റയൽ മാഡ്രിഡിന്റെ ആരാധകർ ഒന്നടങ്കം ചാൻഡ് ചെയ്തിരുന്നത്. മാത്രമല്ല റയൽ മാഡ്രിഡ് താരങ്ങളും ഇത് ചാൻഡ് ചെയ്തിരുന്നു. ഇപ്പോൾ ലോകത്തെ ഏറ്റവും മികച്ച താരം വിനീഷ്യസ് ജൂനിയർ ആണ് എന്നായിരുന്നു സഹതാരമായ ജൂഡ് ബെല്ലിംഗ്ഹാം ഇതേക്കുറിച്ച് പറഞ്ഞിരുന്നത്. ഇത്തവണത്തെ ചാമ്പ്യൻസ് ലീഗ് കിരീടം റയൽ മാഡ്രിഡ് സ്വന്തമാക്കുകയാണെങ്കിൽ വലിയ സാധ്യതയാണ് ബാലൻഡിയോർ പുരസ്കാരത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഈ ഒരു ബ്രസീലിയൻ സൂപ്പർ താരത്തിന് കൽപ്പിക്കപ്പെടുന്നത്. റയൽ മാഡ്രിഡ് ക്യാപ്റ്റനായ നാച്ചോയാണ് സിബലസിൽ ഈ ഒരു ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ളത്. സിബൽ ദേവതയുടെ പ്രതിമയിൽ റയൽ മാഡ്രിഡിന്റെ കൊടി പുതപ്പിച്ചതും നാച്ചോ തന്നെയായിരുന്നു. ഏതായാലും ഇനി ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരമാണ് റയലിനെ കാത്തിരിക്കുന്നത്. വരുന്ന ജൂൺ 1-ാം തീയതി അർദ്ധരാത്രിയാണ് UCL ഫൈനലിൽ റയൽ മാഡ്രിഡ് ബൊറൂസിയ ഡോർട്ട്മുണ്ടിനെ നേരിടുക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.